ശിവൻ സാർ, നമ്മുടെ ശിവൻ സാറിനൊപ്പം കൃത്യമായ ഉത്തരം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ ഫസ്റ്റ് എപ്പിസോഡ് കയറി കഴിഞ്ഞ ആഴ്ച നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനിടയിലും അതിന്റെ ഉള്ളിലും ഒരുപാട് സംശയങ്ങൾ പ്രേക്ഷകർ ചോദിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഇന്ന് അതിനും ഉള്ള മറുപടി കൊടുക്കും. അതുപോലെ തന്നെ ശിവൻ സാറിനൊപ്പം 77ാമത് എപ്പിസോഡിൽ ഒരുപാട് കമന്റുകൾ, അതെ കഴിഞ്ഞ ഞായറാഴ്ച പോയ എപ്പിസോഡിൽ ഒരുപാട് കമന്റുകളാണ് പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രോഗ്രാമിലും വന്നിരിക്കുന്ന ചോദ്യങ്ങൾ കോമൺ ആയിട്ട് നമ്മൾ ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിന് മറുപടി നൽകണം അല്ലേ, തീർച്ചയായിട്ടും. അപ്പോൾ മാക്സിമം ഉത്തരങ്ങളിലേക്ക് തന്നെ നമ്മൾ എത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിഗണിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് ആദ്യം ഒന്ന് കാണാം. അപ്പോൾ സാർ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ 77ാമത് ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന ഒരുപാട് കമൻസ് ഉണ്ട്. ഒരുപാട് പ്രേക്ഷകരാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ലൈക്കുള്ള ഒരു കമൻറ്റിന് മറുപടി കൊടുക്കാം. സാർ, ഒരു പ്രേക്ഷക റാണി ആൻ്റണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സാർ, EW സർട്ടിഫിക്കറ്റ് കീമിൽ കൊടുക്കുവാൻ വേണ്ടി വില്ലേജിൽ നിന്നും ഇപ്പോൾ തന്നെ മേടിച്ച് വെക്കണോ, അതോ കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇതിനുവേണ്ടി എന്തെങ്കിലും ഫോർമാറ്റ് ഉണ്ടോ, ഒന്ന് പറഞ്ഞു തരുമോ? തീർച്ചയായിട്ടും. നമുക്ക് കേരള മെഡിക്കലിന് കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം അതിനൊക്കെ EWS റിസർവേഷൻ നമുക്കുണ്ട്. 10% വില്ലേജ് ഓഫീസറിൽ നിന്നാണ് നമുക്ക് EW സർട്ടിഫിക്കറ്റ് വേണ്ടത്. 2022-23 സാമ്പത്തിക വർഷത്തെ EW സർട്ടിഫിക്കറ്റാണ് നമുക്ക് വേണ്ടത്. അതിന് കൃത്യമായ ഫോർമാറ്റ് ഉണ്ട്. 2 രീതിയിലുള്ള EWS ഫോർമാറ്റ് ഉണ്ട്. ഒന്ന് അന്ത്യോജന, അന്ത്യോക്യ എന്ന് പറഞ്ഞ് BPL വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതും, അതല്ലാതെ സാധാരണ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന EW സർട്ടിഫിക്കറ്റും ഉണ്ട്. രണ്ടിനും കേരള മെഡിക്കലിന് വേണ്ടിയിട്ടല്ല, കേരള എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ടൊരു ഫോർമാറ്റ് എന്നല്ല, ഒരൊറ്റ ഫോർമാറ്റേ ഉള്ളൂ. അതിപ്പോൾ 2023 കേരളത്തിൻ്റെ പ്രോസ്പെക്ടസിലും അതിൻ്റെ ഫോർമാറ്റ് കിടപ്പുണ്ട്. ഇനി 2024 ആപ്ലിക്കേഷൻ മാർച്ചിൽ വന്നു കഴിയുമ്പോൾ അതിനകത്ത് ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിലാണ് മേടിക്കേണ്ടത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് 2023 പ്രോസ്പെക്ടസിൽ നിന്ന് ആ ഫോർമാറ്റ് എടുത്ത് മേടിച്ചു കഴിഞ്ഞാലും അത് ഉപയോഗിക്കാം. അതുതന്നെയാണ് വീണ്ടും 2024 മാർച്ചിൽ വരുന്നതും. ഫോർമാറ്റിൽ മാറ്റം ഉണ്ടാവുന്നില്ല. ഇപ്പോൾ തന്നെ ഉപയോഗിക്കാം, ഇപ്പോൾ തന്നെ എടുത്തു വെക്കുകയും ചെയ്യാം. മാർച്ച് മാസത്തിലാണ് നമ്മളിത് അപ്ലോഡ് ചെയ്യേണ്ടത്. നമുക്ക് ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു മാസത്തെ സമയമാണ് കിട്ടുന്നത്. അതിനോടിടയിൽ തന്നെ മേടിക്കാമെന്നുണ്ടെങ്കിൽ മാർച്ച് മാസത്തിൽ മേടിച്ചാലും മതിയാകും. ESI 2020 സെപ്റ്റംബർ 30 ആ ഒരു സമയത്തിനുള്ളിൽ ESI കോട്ട തീരുകയാണ് എങ്കിൽ IP കോട്ട കിട്ടുമോ? അതായത് നമുക്ക് നമ്മുടെ നിയമം അനുസരിച്ച് 2023 സെപ്റ്റംബർ 30 അതിൻ്റെ മെമ്പർ ആകണമെന്നാണ് നിയമം. ഈ വേറൊരു സമയത്തും ഇല്ലെങ്കിലും 2023 സെപ്റ്റംബർ മുതൽ 2024 ജൂലൈ ആഗസ്റ്റ് വരെയെങ്കിലും ലൈവായിട്ടുള്ള മെമ്പർക്ക് മാത്രമേ ESI IP കോട്ട ലഭിക്കുകയുള്ളൂ. മെമ്പർഷിപ്പ് സെപ്റ്റംബറിൽ തന്നെ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. സർ, അടുത്തൊരു പ്രേക്ഷകൻ കമൻറ്റ് ചെയ്തിരിക്കുന്നത്, ഈസ് OBC ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഇനഫ് ടു ഗെറ്റ് എ സീറ്റ് ഇൻ സെൽഫ് ഫിനാൻസ്ഡ് കമ്മ്യൂണിറ്റി മെഡിക്കൽ കോളേജ് or is it necessary to have a community certificate? സെപ്പറേറ്റ് നമുക്കറിയാം, കേരളത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് 7 സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളുണ്ട്. മുസ്ലിം വിഭാഗത്തിന് 6 സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളുണ്ട്. ഇവിടെ നമുക്ക് OBC ആയിട്ടും ജനറലായിട്ടും ഒക്കെ എല്ലാ വിഭാഗക്കാരെയും പരിഗണിക്കും. അതുകൂടാതെയാണ് മൈനോറിറ്റി സീറ്റുകളുള്ളത്. ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ മാത്രം അതാത് കമ്മ്യൂണിറ്റിക്കാണ് മൈനോറിറ്റി സീറ്റ് ഉള്ളത്. കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പം ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗമാണെങ്കിൽ അവർക്ക് നോൺ ക്രിമിലിയർ കിട്ടുമെന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നെ OBC ആയിട്ടും പരിഗണിക്കും, മൈനോറിറ്റി ആയിട്ടും പരിഗണിക്കും. സെപ്പറേറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിന് MES, ട്രാവൻകൂർ, അല്ലസർ, അസീസിയ പോലുള്ള മെഡിക്കൽ കോളേജിൽ മൈനോറിറ്റി കിട്ടാനായിട്ട് നോൺ ക്രിമിലിയർ തന്നെ മതി. നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് കൊണ്ട് OBC കാറ്റഗറി ആയിട്ടും പരിഗണിക്കും, മൈനോറിറ്റി ആയിട്ടും പരിഗണിക്കും. 2 സർട്ടിഫിക്കറ്റിൻ്റെ സ്ഥാനത്ത് ഒരേ നോൺ ക്രിമിലിയർ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ നോൺ ക്രിമിലിയർ കിട്ടുകയില്ലാത്ത ക്രിമിലിയർ വിഭാഗത്തിലുള്ള മുസ്ലിംസ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യേണ്ടതാണ്.
സർ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ എപ്പിസോഡുകൾക്ക് തന്നെ ഒരു കമൻറ്റ് ചെയ്യുന്ന ഒരു പ്രേക്ഷകനാണ്, ഒരു വർഷത്തിൽ കൂടുതൽ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണ്? സാം ജോർജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഓക്കെ, തീർച്ചയായിട്ടും എല്ലാവരുടെയും ഒരു സംശയമുണ്ട്. കാരണം വാലിഡിറ്റി തീർന്നു പോകാൻ സാധ്യതയുള്ള സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത്. വാലിഡിറ്റി വേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നോൺ ക്രിമിലെയറിനും ഇൻകവും മാത്രമേ ഉള്ളൂ 1 വർഷം വാലിഡിറ്റി ഉള്ളതുള്ളൂ. അതുപോലെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് 1 വർഷം വാലിഡിറ്റി ഉള്ളത്. അതല്ലാത്ത സർട്ടിഫിക്കറ്റുകൾ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് 3 വർഷം വാലിഡിറ്റി ഉണ്ട്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ലൈഫ് ലോങ് വാലിഡിറ്റിയാണ്. ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് അതും അതുപോലെ തന്നെയാണ്. ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് 3 ഇയർ വാലിഡിറ്റി ഉണ്ട്. ഇപ്പം SC സർട്ടിഫിക്കറ്റ്, STയുടെ ഒക്കെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതൊക്കെ വാലിഡാണ്. അപ്പം നോൺ ക്രിമിലെയറും ഇൻകവും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും മാത്രമേ ഉള്ളൂ അതിന് ടൈം ബൗണ്ട് ഉള്ളത്, 1 വർഷം വാലിഡ് ആണെന്നുള്ളതുള്ളൂ. ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷം ഉപയോഗിച്ചതുണ്ടെങ്കിൽ, മൈനോറിറ്റിയും കാസ്റ്റും കമ്മ്യൂണിറ്റിയും നേറ്റിവിറ്റിയും ഒക്കെ കഴിഞ്ഞ വർഷത്തെ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. സാർ അതുപോലെ തന്നെ ഒരു പ്രവാസിയായിട്ടുള്ളൊരു പ്രേക്ഷകനാണെന്ന് തോന്നുന്നു, ഫൈസ് KM എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്: സാർ, എൻ്റെ മകൻ ജനിച്ചത് സൗദിയിലാണ്, ഇന്ത്യൻ കൗൺസുലേറ്റ് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇത് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തടസ്സമാകുമോ? കേരളത്തിൽ ജനിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണ്ടി വരുമോ? തീർച്ചയായിട്ടും നമുക്ക് കേരള മെഡിക്കലിനും കേരള എഞ്ചിനീയറിങ്ങിനും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദത്തിനും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അച്ഛൻ, അമ്മ, കുട്ടി ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിക്കണമെന്നാണ് നിയമം. അപ്പം വിദേശത്ത് ജനിച്ച ഒരു കുട്ടിക്ക് ഒരു കാരണവശാലും കൗൺസുലേറ്റിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് കാര്യമില്ല. പകരം അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റാണ് നമുക്ക് വെക്കേണ്ടത്. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചുള്ളൂ മാർച്ച് മാസത്തിൽ 2024 മാർച്ച് മാസത്തിൽ കീമിൻ്റെ ആപ്ലിക്കേഷൻ വരും, കേരള മെഡിക്കലിൻ്റെ ആപ്ലിക്കേഷൻ വരും. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ് ഏതാണ്? നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. കേരളത്തിലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന ഒരു രേഖ എന്നാണ്. കുട്ടി കേരളത്തിലാണ് ജനിച്ചതെങ്കിൽ കുട്ടിയുടെ ഇവിടുത്തെ ബർത്ത് സർട്ടിഫിക്കറ്റ്, കുട്ടിയുടെ പാസ്പോർട്ട്, 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നമുക്ക് നേറ്റിവിറ്റി ആയിട്ട് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ കേരള മെഡിക്കലിൻ്റെ പ്രോസ്പെക്ടസിൽ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് പോയിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് കുട്ടി കേരളത്തിൽ ജനിച്ചതാണെന്നുള്ളത് നമുക്ക് ഒപ്പിട്ട് മേടിച്ചിട്ട് അപ്ലോഡ് ചെയ്താലും കേരളത്തിൽ നേറ്റിവിറ്റി ആയി. കുട്ടി കേരളത്തിൽ ജനിക്കാത്തിടത്തോളം കാലം, അതായത് കർണാടകത്തിലോ ചെന്നൈയിലോ ദുബായിലോ മറ്റെവിടെയെങ്കിലുമാണ് കുട്ടി ജനിച്ചതെങ്കിൽ ഒരു കാരണവശാലും കുട്ടിയുടെ പേരിലുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ മറ്റ് സർട്ടിഫിക്കറ്റോ ചെയ്യരുത്. പകരം കുട്ടിയുടെ അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുട്ടിയുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ പാസ്പോർട്ട് അത് 1ാമത്തെ പേജായിട്ടും കുട്ടിയുമായിട്ടുള്ള ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ പാസ്പോർട്ടോ കുട്ടിയുടെ 10ാം ക്ലാസ്സോ 2ാമത്തെ പേജായിട്ട് വെച്ചാലും നേറ്റിവിറ്റി ആയി. ഇതല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ പ്രോസ്പെക്ടസിൻ്റെ ഏറ്റവും അവസാനത്തെ പേജിലായിട്ട് അച്ഛൻ അല്ലെ അമ്മ കേരളത്തിൽ ജനിച്ചു എന്നുള്ളൊരു ഫോർമാറ്റ് ഉണ്ട്, കേരളൈറ്റ് എന്നുള്ളതിനകത്ത്. അത് എടുത്തുകൊണ്ട് പോയിട്ട് വില്ലേജ് ഓഫീസറിൽ നിന്ന് ഒപ്പിട്ട്, കേരളത്തിലെ പെർമനൻ്റ് അഡ്രസ് എവിടെയാണോ അവിടുത്തെ വില്ലേജ് ഓഫീസറിൽ നിന്ന് ഒപ്പിട്ടിട്ട് അച്ഛൻ അല്ലെങ്കിൽ അമ്മ കേരളത്തിൽ ജനിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം നിർബന്ധമായിട്ട് ചെയ്യാൻ. ഏറ്റവും കൂടുതൽ പേര്, അതായത് കീം ആപ്ലിക്കേഷൻ ചെയ്യുന്നതിൽ 35% ആൾക്കാരും തെറ്റുവരുത്തുന്നതാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ. കുട്ടി കേരളത്തിൽ ജനിച്ചിട്ടില്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ കേരളത്തിൽ ജനിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റാണ് നമുക്ക് കീമിനോടൊപ്പം ഹാജരാക്കേണ്ടത്. സർ അതുപോലെ തന്നെ ഒരു പ്രേക്ഷക, നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്, മരിയ എൽദോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ചോദ്യം: ഇയർ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് EWS സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ തരുന്നതാണോ അതോ തഹസിൽദാർ തരുന്നതാണോ എന്നുള്ളത്? തീർച്ചയായിട്ടും. കാരണം ഈ വർഷം നമുക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് ആണ്, മെഡിക്കലിനും ഒരു ഏകജാലക കൗൺസിലിംഗ് ആണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് NMC പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാം സെൻട്രലൈസ്ഡ് സർട്ടിഫിക്കറ്റുകൾ തന്നെ പോരെ എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്നതാണ്. അതാണ് ഇദ്ദേഹവും ചോദിച്ചിരിക്കുന്നത്. അത് പോരാ, നമുക്ക് നാഷണൽ ലെവലിലുള്ള ഓൾ ഇന്ത്യ കോട്ട, എയിംസ്, ജിപ്മർ, ESIക്ക് മാത്രമേ തഹസീൽദാരിൽ നിന്നുള്ള EWS സർട്ടിഫിക്കറ്റ് വാലിഡ് ഉള്ളൂ. കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് തന്നെ ഉണ്ട്, അത് സെൻട്രലൈസ്ഡ് ആയിട്ടാണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കീം മെഡിക്കലിന് നമ്മൾ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ കർണാടകത്തിന് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ മാർച്ച് മാസത്തിൽ കേരള മെഡിക്കലിന് ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ വാലിഡ് ആയിട്ടുള്ളത് വില്ലേജ് ഓഫീസർ എന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നെ വേണം. കൂടുതൽ ഉപയോഗം ഏതിനാണ്? നമുക്കിപ്പം ESI കോട്ട ഒന്നും ഇല്ലെന്ന് വിചാരിക്കുക, ESI IP വാർഡൊന്നും ഇല്ലെന്ന് വിചാരിക്കുക. നമുക്ക് സെൻട്രൽ തഹസീൽദാർ എന്നുള്ള EWS സർട്ടിഫിക്കറ്റിന് വലിയൊരു പ്രാധാന്യമൊന്നും ഇല്ല. കാരണം കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് നോക്കിയാൽ
ജനറൽ വിഭാഗത്തിനും OBC വിഭാഗത്തിനും EWS വിഭാഗത്തിനും 610 മാർക്ക് വരെയുള്ളവർക്കാണ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് സീറ്റ് കിട്ടിയിരിക്കുന്നത്. വലിയൊരു വ്യത്യാസമില്ല. എന്നിട്ട് ഉണ്ടെങ്കിൽ കൊടുക്കാതിരിക്കണം എന്നല്ല, കൊടുക്കുന്നത് നല്ലതാണ്, കാരണം നല്ല കോളേജിൽ പ്രവേശനം കിട്ടും. പക്ഷേ കൂടുതൽ ഉപകാരമുള്ളത് കേരളത്തിൽ വില്ലേജ് ഓഫീസറിൽ നിന്ന് കിട്ടുന്ന EWS സർട്ടിഫിക്കറ്റിനാണ് കൂടുതൽ ഉപകാരമുള്ളത്. എന്തുകൊണ്ടാണ്? ജനറൽ വിഭാഗത്തിന് 860 റാങ്ക്, കേരള മെഡിക്കൽ റാങ്ക്, അതായത് 640 മാർക്ക് വരെ ഉള്ളവർക്കാണ് കേരളത്തിൽ ഗവൺമെൻറ് മേഖലയിൽ ഒരു പ്രവേശനം കിട്ടിയത്. പക്ഷേ EWS സർട്ടിഫിക്കറ്റ് കൊടുത്തവർക്കോ 3300 കേരള മെഡിക്കൽ റാങ്ക് വരെ, 580 മാർക്ക് വരെ ഉള്ളവർക്ക് കേരളത്തിൽ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടി. അപ്പം എത്രമാത്രം പ്രയോജനമാണ് കേരളത്തിൻ്റെ വില്ലേജ് ഓഫീസർ ഒരു EWS സർട്ടിഫിക്കറ്റ് തന്നാൽ. അതുകൊണ്ട് അതിനാണ് കൂടുതൽ പ്രയോജനം. ഇനി സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജ് ആണെങ്കിലോ നമുക്കറിയാം, ഒരു 9000 കേരള മെഡിക്കൽ റാങ്ക്, ഏതാണ്ട് 490 മാർക്ക് വരെയുള്ളവർക്ക് കേരളത്തിൽ ജനറൽ വിഭാഗത്തിൽ സെൽഫ് ഫിനാൻസിങ്ങിന് 7.5 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ള MBBS സീറ്റ് കിട്ടിയുള്ളൂ. എന്നാൽ EWS സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കോ 18,000 കേരള മെഡിക്കൽ റാങ്ക് വരെ, 400 മാർക്കിന് താഴെ കിട്ടിയവർക്ക് വരെ 7.5 ലക്ഷം രൂപ ഫീസ് ക്രമത്തിൽ സെൽഫ് ഫിനാൻസിങ് MBBS കിട്ടി. അതുകൊണ്ട് തഹസീൽദാരിൽ നിന്നുള്ള EWS സർട്ടിഫിക്കറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള EWS സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ അതാണ് ഉപയോഗിക്കേണ്ടത്. സർ, അതുപോലെ തന്നെ സിൽവി എന്ന് പറയുന്നൊരു പ്രേക്ഷകയുടെ ഒരു ചോദ്യമാണ്. ഈസ് ദെയർ ഈസ് എനി റിസർവേഷൻ ഫോർ ദ ചിൽഡ്രൻ ഹൂസ് പേരൻറ്റ് ലെഫ്റ്റ് ഹിസ് ഫോറിൻ ജോബ് ഡ്യൂ ടു ഹെൽത്ത് ഇഷ്യൂസ്, സിംഗിൾ പേരൻറ്റ്, മദർ ഓൺലി വർക്കിംഗ്, അമ്മ മാത്രമാണ്? തീർച്ചയായിട്ടും നമുക്ക് ആ രീതിയിലുള്ള യാതൊരുവിധ റിസർവേഷനോ നീറ്റുമായിട്ട് ബന്ധപ്പെട്ടോ കേരള മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു സിംഗിൾ പേരൻറ്റിന് ഇല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ജോലി നഷ്ടപ്പെടുകയോ അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള റിസർവേഷനുകളും നീറ്റുമായിട്ട് ബന്ധപ്പെട്ടോ ഓൾ ഇന്ത്യ തലത്തിലുള്ള അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടോ കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടോ ഇല്ല. എന്നാൽ നമുക്കറിയാം 2020 വരെയൊക്കെ BPL വിഭാഗത്തിന് സ്കോളർഷിപ്പ് സ്കീമുകൾ ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ 2020 ശേഷം BPL വിഭാഗത്തിനും പ്രത്യേകിച്ച് യാതൊരുവിധ ബെനിഫിറ്റുകളും കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടില്ല. അപ്പം സിംഗിൾ പേരൻ്റ് എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ കോവിഡ് സംബന്ധമായോ മറ്റേതെങ്കിലും തരത്തിൽ രോഗാവസ്ഥയിലോ ഒക്കെ ഒരാൾക്ക് മാത്രമേ ജോലിയുണ്ടോ എന്നുള്ള കാര്യം കൊണ്ടോ സിംഗിൾ പേരൻ്റ് ആണെന്നുള്ള കാര്യത്തിലോ അങ്ങനെയുള്ള യാതൊരു റിസർവേഷനും കേരള മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടോ നീറ്റ് ആയിട്ട് ബന്ധപ്പെട്ടോ നിലവിലില്ല. സർ, അതുപോലെ തന്നെ മുംബൈയിൽ നിന്നുള്ളൊരു പ്രേക്ഷകൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലാണ് ജനിച്ചത്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ പഠിച്ചത് മുംബൈ മഹാരാഷ്ട്രയാണ്. കേരള നീറ്റ് എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. നമ്മൾ ഈ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ധാരാളം ആൾക്കാരുടെ ഒരു സംശയമാണ്. ഇപ്പം കർണാടകത്തിൽ +2 വരെ പഠിക്കുന്നു, അതുപോലെ മഹാരാഷ്ട്രയിൽ പഠിക്കുന്നു, ഡൽഹിയിൽ പഠിക്കുന്നു, കേരളത്തിൽ ജനിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലും മഹാരാഷ്ട്രയിലും അല്ലെ ഡൽഹിയിലോ കർണാടകയിലോ ഒക്കെ അപ്ലൈ ചെയ്യാമോ, സ്റ്റേറ്റ് കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യാമോ എന്നുള്ളത് ചെയ്യാൻ പറ്റും. പലരും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കഷ്ടം. ഇപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചോളം ഇദ്ദേഹം പഠിച്ചത് മുഴുവൻ മഹാരാഷ്ട്ര, അപ്പം മഹാരാഷ്ട്രയുടെ സ്റ്റേറ്റ് കോട്ടയ്ക്ക് എലിജിബിലിറ്റി ഉണ്ട്. കേരളത്തിനേക്കാളും വലിയ സാധ്യതകളാണ് മഹാരാഷ്ട്രയിൽ ഒരു MBBS ഗവൺമെൻറ് മേഖലയിലാണെങ്കിലും സ്വകാര്യ മേഖലയിലാണെങ്കിലും കിട്ടാൻ. അപ്പം മഹാരാഷ്ട്രയുടെ സ്റ്റേറ്റ് കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യാം, അവിടെ +2 വരെ പഠിച്ചതുകൊണ്ട്. കേരളത്തിൽ ഏക നിയമം എന്താണ്? ഐദർ പേരൻസ് ഓർ സ്റ്റുഡൻറ്റ് ബോൺ ഇൻ കേരള. അച്ഛനോ അമ്മയോ കുട്ടിയോ ആരെങ്കിലും ഒരാൾ ഇവിടെ ജനിച്ചാൽ മാത്രം മതി കേരളത്തിൻ്റെ എല്ലാ സീറ്റുകൾക്കും അർഹതയുണ്ട്. ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും റിസർവേഷനും കമ്മ്യൂണിറ്റി റിസർവേഷനും മൈനോറിറ്റിയും NRIയും എല്ലാ സീറ്റുകൾക്കും താങ്കൾക്കും അർഹതയുണ്ട്. നിർബന്ധമായും താങ്കൾ നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ പെർമനൻ്റ് അഡ്രസ്സ് മഹാരാഷ്ട്ര കൊടുക്കുക, പ്രസൻറ്റ് കേരള കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കേരള മെഡിക്കലിന് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുക. അതോടൊപ്പം നീറ്റിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് മഹാരാഷ്ട്രയുടെ സ്റ്റേറ്റ് കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ താങ്കൾക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി കിട്ടും, കേരള മെഡിക്കൽ വഴി കിട്ടും, മഹാരാഷ്ട്ര സ്റ്റേറ്റ് കൗൺസിലിങ്ങിലും കിട്ടും. ഇത് മൂന്നിലും താങ്കൾക്ക് എലിജിബിളാണ്. അതുപോലെ തന്നെ കർണാടകത്തിൽ +2 വിദ്യാഭ്യാസം വരെ ചെയ്യുന്ന കുട്ടികൾക്ക് താങ്കൾക്ക് കേരളത്തിൽ നിങ്ങൾ 3 പേരിൽ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ സീറ്റുകളും കിട്ടും, കർണാടകത്തിലെ സീറ്റുകളും കിട്ടും. ഡൽഹിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡൽഹിയിലെ സീറ്റുകൾ കിട്ടും, കേരളത്തിലെ സീറ്റുകൾ കിട്ടും. എന്നാൽ തമിഴ്നാട്ടിൽ ഡ്യുവൽ നേറ്റിവിറ്റി ഒരു കാരണവശാലും അംഗീകരിച്ചിട്ടില്ല. അതായത് ഒരു തമിഴ് ഉള്ള അച്ഛനോ അമ്മയോ കുട്ടിയോ ഒക്കെ തമിഴിലായിരിക്കാം പഠിച്ചിരിക്കുന്നത് അല്ലെ ജനിച്ചത്. അവിടെ നേറ്റിവിറ്റി കിട്ടുമെങ്കിൽ ഇവിടെ ഇപ്പോൾ പഠിക്കുന്നത് കൊണ്ടോ ജനിച്ചത് കൊണ്ടോ കേരളയ്ക്ക് അപ്ലൈ ചെയ്യരുത്. നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ കിട്ടാതെ പോകും.
കേരളക്കാർക്ക് യാതൊരു കുഴപ്പമില്ല ഡ്യുവൽ നേറ്റിവിറ്റി, പക്ഷേ തമിഴ്നാട്ടുകാർ ഒരിക്കലും ഡ്യുവൽ നേറ്റിവിറ്റി അംഗീകരിക്കില്ല. എന്ന് പറഞ്ഞാൽ മറ്റ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിൽ പേരുള്ളവരെ തമിഴ്നാട്ടുകാർ റിജക്റ്റ് ചെയ്യും. അത് അഡ്മിഷൻ കിട്ടിയതിന് ശേഷമാണെങ്കിൽ പോലും അറിഞ്ഞു കഴിഞ്ഞാൽ ആ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിലെ എലിജിബിലിറ്റി ഒരാളെ സംബന്ധിച്ചോളം നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ പെർമനൻ്റ് അഡ്രസ്സ് തമിഴ്നാട് വെക്കുകയും തമിഴ്നാട് സ്റ്റേറ്റ് കോട്ടയ്ക്ക് TN മെഡിക്കൽ വഴി മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ. ജന്മം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പഠിച്ചത് കൊണ്ടോ കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യരുത്. തമിഴ്നാട്ടിൽ കിട്ടുമെങ്കിൽ, കാരണം തമിഴ്നാട്ടിലാണ് കൂടുതൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, 37 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉണ്ട്, അവിടെയാണ് കിട്ടാൻ കൂടുതൽ സാഹചര്യം. അതുപോലെ സെൽഫ് ഫിനാൻസിങ് മേഖലയിലും വളരെ ഫീസ് കുറവാണ് തമിഴ്നാട്ടിൽ. അപ്പം തമിഴ്നാടാണ് വേണ്ടതെങ്കിൽ തമിഴ്നാട് വെച്ച് പെർമനൻ്റ് വെച്ച് അപ്ലൈ ചെയ്യുക. ഇനി അതല്ല, അച്ഛനോ അമ്മയോ കുട്ടിയോ ആരെങ്കിലും കേരളത്തിൽ ജനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 8 മുതൽ 12 വരെ കേരളത്തിൽ പഠിച്ചിട്ടുണ്ട്, ഇനി അങ്ങോട്ട് കേരളത്തിലാണ് പഠിക്കാൻ താല്പര്യവും, അങ്ങനെ ഉണ്ടെങ്കിൽ തമിഴ്നാട് ഉപേക്ഷിച്ചിട്ട് കേരള മെഡിക്കലുമായി മുമ്പോട്ട് പോവുകയും ചെയ്യാം. സർ, അതുപോലെ തന്നെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്, OBC മുസ്ലിംസ് നേറ്റിവിറ്റി എടുക്കാമോ? നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് അല്ലാതെ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് വേണം? ഇപ്പോൾ നമുക്ക് അദ്ദേഹം കേരള മെഡിക്കൽ ആയിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത്. കേരള മെഡിക്കൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് കുട്ടി കേരളത്തിൽ ജനിച്ചു, അല്ലെ കുട്ടിയുടെ അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചു എന്നുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ നോൺ ക്രിമിലിയർ വില്ലേജ് ഓഫീസ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഈ 3 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് ബാക്കി ഫോട്ടോയും സിഗ്നേച്ചറും കൂടെ അപ്ലോഡ് ചെയ്താൽ മതിയാകും. നീറ്റിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അതുപോലെ തന്നെ ഫോട്ടോയും സിഗ്നേച്ചറും 10 വിരലിൻ്റെ ഇംപ്രഷനും നോൺ ക്രിമിലിയറിൻ്റെ കാറ്റഗറി പറഞ്ഞാൽ മാത്രം മതി. സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്താണ് ഹാജരാക്കേണ്ടത്. അപ്പോൾ അതുകൂടാതെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് മാത്രം നീറ്റിനും മതിയാകും. അപ്പം OBC സംബന്ധിച്ചുള്ള ഒരാളെ സംബന്ധിച്ചോളം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് കേരള മെഡിക്കലിനും തഹസീൽദാരിൽ നിന്നുള്ള നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് നീറ്റിനുമാണ് ഉപയോഗിക്കേണ്ടത്. സർ, അതുപോലെ തന്നെ സ്മിത എന്ന് പറയുന്നൊരു പ്രേക്ഷക, നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ലാറ്റിൻ കത്തോലിക്സ് കീമിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. നമ്മളത് മറ്റേ മുസ്ലിം സമുദായത്തിൻ്റെയും ബാക്ക്വേർഡ് ക്രിസ്ത്യൻ്റെയും നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ പറയാതെ പോയൊരു കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെയും ഇത്. അതായത് ലാറ്റിൻ കാത്തലിക്സ് ഉള്ളൊരു വിഭാഗം കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോൾ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ എന്നുള്ളത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തെ ജനറലായിട്ടും ലാറ്റിൻ കാത്തലിക്സ് ആയിട്ടും എല്ലാ കോളേജുകളിലും പരിഗണിക്കും. കേരളത്തിലെ 7 സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിൽ ആ നോൺ ക്രിമിലിയർ തന്നെ അപ്ലോഡ് ചെയ്താൽ മതി, മൈനോറിറ്റി ആയിട്ടും പരിഗണിക്കും. വേറെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടതായിട്ടില്ല. സർ, അതുപോലെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ആൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്. അത് ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇന്റർകാസ്റ്റ് കോട്ട നായർ വേഴ്സസ് ഈഴവ ആനുകൂല്യം ഉണ്ടെന്ന് പലരും പറയുന്നു, അങ്ങനെയൊന്നുണ്ടോ? തീർച്ചയായിട്ടും അത് എല്ലാവരെ സംബന്ധിച്ചുള്ള ഒരു സംശയമുള്ള മേഖല. കാരണം അതിന് കൃത്യമായിട്ടൊരു ഉത്തരം ഒരു മേഖലയിൽ നമുക്ക് കിട്ടുന്നുമില്ല. കേരളത്തിലെ പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള അഡ്മിഷന് വേണ്ടി അച്ഛനും അമ്മയും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ അതിൽ ഏത് വിഭാഗത്തിനാണ് കൂടുതൽ റിസർവേഷൻ ഉള്ളത് അത് ക്ലെയിം ചെയ്യാമെന്നൊരു നിയമം കേരളത്തിൻ്റെ നിയമാവലിയിൽ പറയുന്നുണ്ട്. പക്ഷേ അത് പല വില്ലേജ് ഓഫീസർമാരും എന്തുകൊണ്ടും അനുവദിച്ച് കിട്ടുന്നില്ല. അപ്പം നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്? അച്ഛൻ ജനറലാണ്, കുട്ടിയും ജനറലാണ്, അമ്മ ഈഴവ വിഭാഗത്തിലുള്ളതാണ്. വില്ലേജ് ഓഫീസർ ഈഴവ വിഭാഗത്തിൻ്റെ നോൺ ക്രിമിലിയർ തരുമെങ്കിൽ അത് വില്ലേജ് ഓഫീസർ കൺവിൻസ് ആവണം. കാരണം അങ്ങനെ ഒരു നിയമമുണ്ട്. വില്ലേജ് ഓഫീസർ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് തരുമെങ്കിൽ അദ്ദേഹത്തിന് ഈഴവ റിസർവേഷൻ ലഭിക്കും. അതായത് കുട്ടി ജനറൽ ആണെങ്കിൽ തന്നെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ മറ്റൊരു ജാതിയിൽപ്പെട്ടതായതുകൊണ്ട് ആ റിസർവേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാം. ഇപ്പം അച്ഛൻ റോമൻ കാത്തലിക്സ്, അമ്മ ലാറ്റിൻ കാത്തലിക്സ്, ജനറലായിട്ടാണ് അവർ കഴിയുന്നതെങ്കിൽ പോലും വില്ലേജ് ഓഫീസർ എന്നുള്ള നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് തന്നാൽ നമുക്ക് ആ ലാറ്റിൻ കാത്തലിക്സിൻ്റെ ആനുകൂല്യം ലഭിക്കും. അപ്പം അച്ഛനും അമ്മയും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ അവരിൽ കൂടുതൽ റിസർവേഷൻ ഉള്ളത് ഏത് ജാതിയിൽപ്പെട്ടവരാണോ അത് നമുക്ക് ക്ലെയിം ചെയ്യാമെന്നുള്ളത് കേരള മെഡിക്കലുമായി ബന്ധപ്പെട്ട് നിയമാവലിയിലും കേരളത്തിൻ്റെ പ്രോസ്പെക്ടസിലും പറയുന്നുണ്ട്. പക്ഷേ സർട്ടിഫിക്കറ്റ് തരേണ്ട അതോറിറ്റി വില്ലേജ് ഓഫീസറാണ്. അദ്ദേഹം തന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ജനറലായിട്ട് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. എന്നാൽ SC വിഭാഗത്തിലോ ST വിഭാഗത്തിലോ ആണെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ സീറ്റ് നമുക്ക് കിട്ടുകയില്ല, പകരം ഫീസ് ഇല്ലാതെ പഠിക്കാൻ സാധിക്കും. അച്ഛൻ ജനറൽ വിഭാഗം, കുട്ടിയുടെ കാസ്റ്റും ജനറലായിട്ടാണ് കിടക്കുന്നത്. അമ്മ SC വിഭാഗമോ ST വിഭാഗമോ ആണെന്നിരിക്കട്ടെ, തഹസീൽദാരെന്നുള്ള ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മൾ കേരള മെഡിക്കലിന് അപ്ലോഡ് ചെയ്താൽ നമ്മളെ ജനറലായിട്ട് സീറ്റ് പരിഗണിക്കുകയുള്ളൂ, സീറ്റ് കിട്ടത്തില്ല. പക്ഷേ
ഗവൺമെൻറ് മേഖലയിലാണെങ്കിലും സ്വകാര്യ മേഖലയിലാണെങ്കിലും 1 രൂപ പോലും ട്യൂഷൻ ഫീസ് കൊടുക്കാതെ പഠിക്കാം. അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ SCയോ STയോ ആയാൽ ഇൻ്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ്, അത് SCയുടെയും STയുടെയും കാര്യത്തിൽ മാത്രമേ ഇൻ്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് വരുന്നുള്ളൂ. അച്ഛനും അമ്മയും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ജനറലും OBCയും ആണെങ്കിൽ ഇൻ്റർ കാസ്റ്റ് വേണ്ട. അമ്മയുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അമ്മയുടെ അല്ല, വില്ലേജ് ഓഫീസർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ് കുട്ടിയുടെ പേരിൽ തരേണ്ടത്. SCയോ STയോ ആരെങ്കിലും ഒരാൾ, കാരണം ഇപ്പം അച്ഛൻ SC ആണ്, അമ്മ ജനറലാണ്, അപ്പോൾ കുട്ടി നോർമലായിട്ട് കുട്ടിയുടെ കാസ്റ്റ് SC എന്ന് തന്നെയായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ ST അമ്മ ജനറലാണെങ്കിലും കുട്ടിയുടെ കാസ്റ്റ് ST ആയിട്ടായിരിക്കും കിടക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ല. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തന്നെ SCയുടെയോ STയുടെയോ വെച്ച് നമുക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. SCയുടെയോ STയുടെയോ സീറ്റും കിട്ടും, ഫീസ് ഇല്ലാതെ പഠിക്കുകയും ചെയ്യാം. ഇത് മറ്റൊരു കേസാണ്. അച്ഛൻ ജനറലാണ്, കുട്ടിയും ജനറലാണ്, പക്ഷേ അമ്മ SC വിഭാഗത്തിലോ ST വിഭാഗത്തിലോ ആണ്. അങ്ങനെയുള്ള സമ്മതം, അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഇൻ്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് തഹസീൽദാർ എന്നുള്ളത് ഹാജരാക്കുകയാണെങ്കിൽ ജനറലായിട്ട് പരിഗണിക്കും. അല്ലെങ്കിൽ അച്ഛൻ്റെ കാസ്റ്റ് OBC ആണെങ്കിൽ OBC ആയിട്ട് സീറ്റ് കിട്ടും. പക്ഷേ 7.5 ലക്ഷം രൂപ വരുന്ന ട്യൂഷൻ ഫീസ് വരുന്ന സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ പോലും 1 രൂപ കൊടുക്കാതെ പഠിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. സാർ, അതുപോലെ തന്നെ ജിജു മാത്യു എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ നീറ്റ് എക്സാമിൻ്റെ നടത്തിപ്പിലോ ചോദ്യപേപ്പറിലോ വിദേശത്തും നാട്ടിലും തമ്മിൽ എന്തെങ്കിലും തരത്തിൽ വ്യത്യാസങ്ങളുണ്ടോ? എക്സാം സെൻറ്ററിൽ അപേക്ഷ സമർപ്പിക്കുന്ന അവസരത്തിൽ ചൂസ് ചെയ്തതിൽ നിന്ന് പിന്നീട് മാറ്റം വരുത്താൻ സാധിക്കുമോ? നമ്മൾ ഈ പറഞ്ഞ ഈ ഓരോ ചോദ്യങ്ങളും നമ്മൾ നോക്കൂ, എത്രത്തോളം ജെനുവിനാണ്. എല്ലാവർക്കും ഉള്ള സംശയങ്ങൾ തന്നെയാണ്. ഡീറ്റെയിൽ ആയിട്ട് അത് തീർച്ചയായിട്ടും, കാരണം അവർ എത്രത്തോളം അതിനെ കാണുന്നുണ്ട്, അവർക്ക് ജെനുവിനായിട്ടൊരു ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷയോട് ചെയ്യുന്നതിൻ്റെ ഒത്തിരി സന്തോഷം നമുക്കുമുണ്ട്. എന്താണെങ്കിലും മെയ് 5-ാം തീയതി നമുക്ക് നീറ്റ് എക്സാം വരികയും നമ്മൾ അടുത്ത മാസം നീറ്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യുമ്പോൾ എക്സാം സെൻറ്റർ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ അദ്ദേഹം ആദ്യം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എക്സാം സെൻറ്റർ പിന്നീട് മാറ്റാനാകുമോ എന്നുള്ളത്. ഇപ്പം ആപ്ലിക്കേഷൻ്റെ സമയം ഫെബ്രുവരി 1 മുതൽ മാർച്ച് 2 വരെയാണെന്ന് ഇരിക്കട്ടെ. ആ മാർച്ച് 2-ാം തീയതി കഴിഞ്ഞാൽ, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുവരെയാണോ ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും എക്സാം സെൻറ്റർ മാറ്റം അനുവദിക്കുന്നതല്ല. അതായത് നമുക്ക് ഹോൾ ടിക്കറ്റ് വരാറായി, അല്ലെ ഹോൾ ടിക്കറ്റ് വന്നു, അല്ലെങ്കിൽ മാർച്ച് അവസാനമൊക്കെ ആയപ്പോൾ നമുക്ക് വേറൊരു എക്സാം സെൻറ്റർ വേണം തോന്നിയാൽ ഒരു കാരണവശാലും എക്സാം സെൻറ്റർ മാറാൻ അനുവദിക്കുന്നതല്ല. ഇനി മെയ് 5-ാം തീയതി എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുമ്പം നമുക്ക് ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പെർമനൻ്റ് അഡ്രസ്സിലും പ്രസൻറ്റ് അഡ്രസ്സിലും നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ പരീക്ഷ എഴുതേണ്ടത് ആ സ്റ്റേറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 2022 മാത്രം ദുബായിൽ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇന്ത്യയിൽ മറ്റൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, സിംഗപ്പൂര്, മലേഷ്യ, ഇന്തോനേഷ്യ പോലെയുള്ളിടത്ത് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ, നോർത്ത് ഈസ്റ്റേൺ കൺട്രീസിലൊക്കെ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനെ 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 2022 നീറ്റ് എക്സാം നടത്തിയത്. എന്നിട്ട് ഒരേ മാർക്ക്, നോർമലൈസ് ചെയ്യുക പോലും അല്ല, ഒരേ മാർക്ക് വെച്ചിട്ട് ഈ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നിട്ടുള്ള മാർക്കുകൾ വെച്ചിട്ടാണ് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയത്. അപ്പോൾ അതെന്ത് പറ്റി? നിയമപരമായിട്ട് അത് തെറ്റായിരുന്നു, അത് പരാജയപ്പെടുകയും ചെയ്തു. കാരണം അതിനെ ബാക്കി എല്ലാവരും വിമർശിച്ചു. അതുകൊണ്ട് 2023 NTA എന്ത് ചെയ്തു? വിദേശത്തും ഇന്ത്യയിലും എവിടെയാണെങ്കിലും ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നീറ്റ് നടത്തിയത്. 2024 എഴുതുന്ന മുഴുവൻ കുട്ടികളും ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചായിരിക്കും പരീക്ഷ എഴുതുന്നത്, വിദേശത്തായാലും സ്വദേശത്തായാലും. അപ്പോൾ അതിൻ്റെ പേരിൽ പേടിക്കേണ്ടതില്ല. നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത്, നമ്മുടെ കുട്ടി ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുകയും ഏറ്റവും സന്തോഷത്തോടെ നമുക്ക് പേരൻസിൻ്റെ അടുത്ത് നിന്ന് എവിടെയാണോ എക്സാം എഴുതാൻ പറ്റുന്നത്, അത് ദുബായിലായിക്കോട്ടെ, അബുദാബിയിലായിക്കോട്ടെ, കുവൈറ്റിലായിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ, കോട്ടയത്തായിക്കോട്ടെ, എവിടെയും ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും കംഫർട്ട് സോൺ ഏതാണോ അവിടെ പരീക്ഷ എഴുതാം. ഒരു തരത്തിലും എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സംബന്ധിച്ചൊരു പ്രശ്നം ഉണ്ടാവുകയില്ല. എക്സാം സെൻറ്റർ മാറ്റം അനുവദിക്കുന്നതല്ല. ഇനി വിദേശത്ത് എക്സാം സെൻറ്റർ വെച്ചു എന്ന് വിചാരിക്കുക. ഇപ്പം നമ്മൾ കുവൈറ്റിൽ എക്സാം സെൻറ്റർ വെച്ചു, ഏതെങ്കിലും ഒരു സാഹചര്യം വെച്ചാൽ NTAക്ക് അവിടെ എക്സാം നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായെന്ന് വിചാരിക്കുക, യുദ്ധസമാന സാഹചര്യമോ കോവിഡ് പോലുള്ളൊരു സാഹചര്യമോ കൊണ്ടോ ആ എക്സാം സെൻറ്റർ അനുവദിക്കാൻ പറ്റില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് മറ്റൊരു എക്സാം സെൻറ്റർ ഓപ്റ്റ് ചെയ്യാനുള്ളൊരു അവസരം തരും. ഹോൾ ടിക്കറ്റ് വരുന്നതിന് മുമ്പ് ഏപ്രിൽ മാസത്തിൽ ആ എക്സാം സെൻറ്ററിൽ പരീക്ഷ നടത്താനൊരു സാഹചര്യം ഇല്ല എങ്കിൽ, വിദേശത്താണെങ്കിൽ മാത്രം, കേരളത്തിലോ ഇന്ത്യയിലോ അങ്ങനെ വരില്ല, വിദേശത്തൊരു എക്സാം സെൻറ്റർ ക്യാൻസൽ ചെയ്യേണ്ടി വന്നാൽ മാത്രം നിങ്ങൾക്കൊരവസരം തരും മറ്റൊരു എക്സാം സെൻറ്റർ ചൂസ് ചെയ്യാനായിട്ട്. അതല്ലാത്ത ഒരു സാഹചര്യത്തിലും നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എക്സാം സെൻറ്റർ മാറ്റാൻ അനുവദിക്കുന്നതല്ല.
സർ അതുപോലെ തന്നെ വിദേശത്തു നിന്നുള്ള മറ്റൊരാൾ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഈ NRI സ്റ്റുഡൻറ്റ് CBSE സ്പോർട്സ് ക്ലസ്റ്റർ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് വാലിഡ് ഫോർ സ്പോർട്സ് കോട്ട. തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ CBSEയുടെ ആണെങ്കിലും ISCയുടെ ആണെങ്കിലും ഒക്കെ ധാരാളം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതിനകത്തൊക്കെ പാർട്ടിസിപ്പൻറ്റോ വിന്നറോ ആണെന്നുണ്ടെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ കേരള മെഡിക്കലിന് പ്രവേശനം കിട്ടുമോ എന്നുള്ളതാണ് നമ്മളുടെ പേരൻറ്റും ചോദിച്ചിരിക്കുന്നത്. അത് അങ്ങനെ അനുവദിക്കുകയില്ല. എന്തെന്നാൽ കേരള സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിരിക്കുന്ന ഇവൻറ്റുകൾക്ക് മാത്രമാണ് സ്പോർട്സ് കൗൺസിൽ വഴിയുള്ള പ്രവേശനം കിട്ടുന്നത്. അപ്പോൾ സ്പോർട്സ് കോട്ട വഴിയുള്ള പ്രവേശനം കിട്ടുന്നത് 11 സീറ്റുകളാണുള്ളത്. അതിന് നീറ്റുമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ യാതൊരു ബന്ധവുമില്ല. കേരള മെഡിക്കലിനാണ് 11 സീറ്റുകളുള്ളത്. അപ്പോൾ സ്പോർട്സ് കൗൺസിൽ കേരളത്തിന് ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പ്രോസ്പെക്ടസിനകത്ത് ഏതാണ്ട് നടുക്ക് ഭാഗത്തായിട്ട് 130ഓളം സർട്ടിഫിക്കറ്റുകൾ, അതായത് സ്റ്റേറ്റ് ലെവലും നാഷണൽ ലെവലും ഇൻ്റർനാഷണൽ ലെവലും സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച സർട്ടിഫിക്കറ്റുകളുടെ കാര്യം പറയുന്നുണ്ട്. അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഏതൊക്കെയാണ് അംഗീകരിച്ചിരിക്കുന്നതെന്ന്. അപ്പം കേരള സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിരിക്കുന്ന ഇവൻറ്റുകളിൽ പങ്കെടുക്കുകയോ വിന്നറാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം, അതും 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുമ്പം ഉണ്ടെങ്കിൽ മാത്രമേ കേരള മെഡിക്കലിൻ്റെ കേരളത്തിലെ MBBSൻ്റെ 11 സീറ്റുകളാണ് സ്പോർട്സ് കൗൺസിലിനുള്ളത്. ഇൻഡിവിജ്വൽ ഇനത്തിലും ടീം ഇനത്തിലും കൂടെ അതിന് പരിഗണിക്കുകയുള്ളൂ. സർ അതുപോലെ തന്നെ കർണാടകയിൽ 3 വർഷം പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യം ഇങ്ങനെ തന്നെയാണ്. കർണാടകയിൽ 3 വർഷം പഠിച്ചു, അവിടെ സീറ്റ് കിട്ടാൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഒന്നുകിൽ കർണാടകത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. കർണാടകത്തിൽ റേഷൻ കാർഡും ആധാറും അവിടുത്തെ പെർമനൻറ്റ് കർണാടകയാണെന്നുണ്ടെങ്കിൽ അവിടെ പഠിച്ചിട്ടില്ലെങ്കിലും അല്ലെ 3 വർഷം പഠിച്ചിട്ടുള്ളെങ്കിലും കിട്ടും. അതല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം 1 മുതൽ 12 വർഷം വരെയുള്ള 12ാം ക്ലാസ് വരെയുള്ള അക്കാഡമിക് ഇയറിൽ 10 വർഷമെങ്കിലും അവിടെ പഠിക്കുക എന്നുള്ളതാണ് കർണാടകത്തിൽ എലിജിബിലിറ്റി കിട്ടാനുള്ള ഒരേ ഒരു മാർഗം. 3 വർഷം പഠിച്ചു കഴിഞ്ഞാൽ എലിജിബിലിറ്റി കിട്ടുകയില്ല. ഇപ്പോൾ കർണാടകത്തിൻ്റെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. KEAയുടെ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഫെബ്രുവരി 10-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവർ, കർണാടകക്കാർക്കും കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവരും കർണാടകത്തിൽ എലിജിബിലിറ്റി ഇല്ലാത്ത നമ്മളെപ്പോലുള്ള പ്രൈവറ്റ് കുട്ടികൾക്കും ഒക്കെ KEAയുടെ സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. സർ അതുപോലെ തന്നെ ഒരു 13 ലൈക്കുള്ള ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആവശ്യപ്പെട്ടൊരു ചോദ്യം എന്ന് തന്നെ നമുക്ക് പറയാം. OBC BPL എന്തൊക്കെ സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കണം? അപ്പോൾ നമുക്കിപ്പം വരുമാനത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും സ്കോളർഷിപ്പുകളോ ഫീസ് കൺസെഷനോ ഉണ്ടോ എന്ന് ഉദ്ദേശിച്ചായിരിക്കാം BPL എന്നുകൂടി ഉദ്ദേശിച്ചിരിക്കുന്നത്. കേരള മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടോ നീറ്റിൻ്റെ ഓൾ ഇന്ത്യ കൗൺസിൽ ബന്ധപ്പെട്ടുമായിട്ടോ വരുമാനത്തിനെ അടിസ്ഥാനപ്പെടുത്തി യാതൊരുവിധ ഫീസ് കൺസെഷനുകളും നമുക്ക് ലഭ്യമല്ല. അതായത് നമുക്കിപ്പോൾ OBC നോൺ ക്രിമിലെയർ ആണ്. കേരളത്തിൻ്റെ ഗവൺമെൻറ് കോളേജുകളാണെങ്കിൽ എല്ലാവരും 23,000 രൂപ അടയ്ക്കണം. OBC നോൺ ക്രിമിലെയർ ആണ്. ഓരോ സ്റ്റേറ്റുകളിലും അടയ്ക്കേണ്ട ഫീസ് എല്ലാം നമ്മൾ അടച്ചേ മതിയാകൂ. കേരളത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ് മേഖലയാണെങ്കിൽ 7.5 ലക്ഷം രൂപ തന്നെയാണ് ഫീസ്. 2015 കാലഘട്ടം വരെ OBC വിഭാഗവും BPLും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഫീസിൽ പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വകാര്യ മേഖലയിലാണെങ്കിൽ പോലും പലതരത്തിലുള്ള ഫീസ് സ്ട്രക്ചറുകൾ ഉണ്ടായിരുന്നു. 1.5 ലക്ഷം രൂപ ഫീസ് കൊടുത്തുള്ളത്, 4 ലക്ഷം രൂപ ഫീസ് കൊടുത്തുള്ളത്, അതുപോലെ 10 ലക്ഷം രൂപ കൊടുത്തുള്ള ഫീസുകൾ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. BPL ആണെങ്കിലും അല്ലെങ്കിലും അവിടുത്തെ നോർമൽ ഫീസ് എത്രയാണോ, ഗവൺമെൻറ് മേഖലയാണെങ്കിൽ 23,000, സ്വകാര്യ മേഖലയാണെങ്കിൽ 7.5 ലക്ഷം രൂപ കൊടുത്തു മാത്രമേ നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം OBCക്ക് നമ്മൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നുള്ളത് നമ്മൾ മുമ്പ് പരാമർശിച്ചതാണ്. അത് ആവർത്തിക്കുന്നില്ല. BPLന് പ്രത്യേകിച്ച് സ്കോളർഷിപ്പ് ഇല്ല എന്നുള്ളത് മാത്രമേ ഓർത്തിരിക്കുക. എന്നാൽ OEC വിഭാഗം, അതർ എലിജിബിലിറ്റി കമ്മ്യൂണിറ്റിക്കാർക്ക്, BH വിഭാഗത്തിനൊക്കെ 6 ലക്ഷത്തിൽ താഴെയാണ് വരുമാനമെങ്കിൽ ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാനുള്ള സാഹചര്യവുമുണ്ട്. സർ അതുപോലെ തന്നെ നമ്മുടെ ബെർലിനിലുള്ളൊരു പേരൻറ്റ്, ബെർലിനിൽ വിദ്യാർത്ഥിയാക്കിയിട്ട് പോയിരിക്കുന്ന ഒരു പേരൻറ്റിൻ്റെ സംശയമാണ്. ചോദ്യം ഇങ്ങനെ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. എൻ്റെ മകൻ ബെർലിൻ പാലായിൽ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ കർണാടകയിൽ എലിജിബിലിറ്റി ഉള്ളതാണ്. അവിടെ പ്രത്യേകം EW സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ബ്രാക്കറ്റിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതെ, എന്നിട്ട് സാറിനോട് ചോദിച്ചിരിക്കുകയാണ്. സാർ മറുപടി തരുമോ? ഇപ്പം നമുക്കറിയാം കർണാടകയുടെ ആപ്ലിക്കേഷൻ വിളിച്ചു. ഇദ്ദേഹത്തിന് കർണാടകത്തിലും എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ കർണാടകയുടെ ആപ്ലിക്കേഷൻ വിളിച്ചു എന്നുള്ളത് ആദ്യം പറഞ്ഞുകൊള്ളട്ടെ. ഫെബ്രുവരി 10-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. കേരളത്തിൽ മാത്രമേ വില്ലേജ് ഓഫീസർ എന്നുള്ളൊരു EWS സർട്ടിഫിക്കറ്റും അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു നിയമവുമുള്ളൂ. കർണാടകത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്ന സെൻട്രൽ EWS സർട്ടിഫിക്കറ്റ് മാത്രമാണ് നാഷണൽ ലെവലും കർണാടകത്തിലും ഉപയോഗിക്കുന്നത്. അതായത് നമുക്കറിയാം വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് 1000-ൽ താഴെയും 4 സെൻറ്റ് സ്ഥലത്തിൽ താഴെയും 8 ലക്ഷത്തിൽ താഴെ ആനുവൽ ഇൻകവും കൃഷിഭൂമി 5 ഏക്കറിൽ താഴെയുമുള്ള
കേന്ദ്ര ഗവൺമെൻറ് നിയമം തന്നെയാണ് കർണാടകത്തിൻ്റെ സ്റ്റേറ്റ് കോട്ടയ്ക്കും EWSനായിട്ട് ഉപകരിക്കുന്നത്. അവിടെ വില്ലേജ് ഓഫീസർക്ക് മാത്രമായിട്ട് കേരളത്തിലെ പോലെ ഒരു നിയമം ഇല്ല. അതുകൊണ്ട് കർണാടകയുടെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ടെന്നുള്ളത് പ്രത്യേകം പരാമർശിക്കുന്നു. സർ, അതുപോലെ തന്നെ അഹമ്മദ് എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ, അദ്ദേഹം ആദ്യം കമൻറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്, നമ്മുടെ ഒരു എഫേർട്ടിനെ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്, എനിക്ക് തോന്നുന്നു സാർ നേരത്തെ പരാമർശിച്ചാണ്, സാറിന് അതിന് മറുപടി. മൈ ഡോട്ടർ വാസ് ബോൺ അറ്റ് കേരള ആൻഡ് ഷീ ഹാസ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഫ്രം കേരള. നൗ വി ആർ ലിവിംഗ് ഇൻ തമിഴ്നാടു. ഡസ് ഷീ ക്വാളിഫൈ ഫോർ മെഡിക്കൽ അഡ്മിഷൻ ഇൻ കേരള ആൻഡ് വാട്ട് ആർ ഓൾ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ടു ക്വാളിഫൈ? ഓക്കെ, നമുക്ക് അദ്ദേഹത്തിന് കുട്ടി കേരളത്തിൽ ജനിച്ചതാണ്. അപ്പോൾ തന്നെ എന്തായി, കേരളത്തിലെ എലിജിബിലിറ്റി ആയി. കേരള മെഡിക്കലിന് 100% സീറ്റുകളും കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലുള്ള 12 കോളേജുകളിലും സ്വകാര്യ മേഖലയിലുള്ള 19 കോളേജുകളിലും എല്ലാ സീറ്റുകൾക്കും ഈ കുട്ടി അർഹതയാണ്. എവിടെ ഇപ്പോൾ ജീവിക്കുന്നു, എവിടെയാണ് റേഷൻ കാർഡ്, എവിടെയാണ് പെർമനൻ്റ് അഡ്രസ്സ് എന്നുള്ളതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. എവിടെ പഠിച്ചു എന്നുള്ളതിനും പ്രസക്തിയില്ല. അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിച്ചാൽ മാത്രം മതി, കേരളത്തിൽ എലിജിബിലിറ്റി ഉണ്ട്. നമ്മൾ ഇതിൻ്റെ ഉത്തരം നമ്മളിതിന് തൊട്ടും മുമ്പ് പറഞ്ഞിരുന്നു. ഈ കുട്ടിക്ക് തമിഴ്നാട്ടിലും എലിജിബിലിറ്റി ഉണ്ട്. ഇനി നമുക്ക് നോർമലി അറിയാം, ഒരു MBBS സീറ്റ് ഗവൺമെൻറ് മേഖലയിലാണെങ്കിൽ നീറ്റിന് പെർമനൻ്റ് അഡ്രസ്സ് തമിഴ്നാട് കൊടുത്തിട്ട് തമിഴ്നാട്ടിലെ കുട്ടിയായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിന് നല്ലത്. എന്നാൽ ഇനി കേരളത്തിൽ പഠിക്കണമെന്നൊരാഗ്രഹം ഉണ്ടാകും. അങ്ങനെ കേരളത്തിലേക്ക് പഠിക്കാൻ വരണമെന്നൊരു താല്പര്യമുണ്ടെങ്കിൽ മാത്രം നീറ്റിന് കേരളയായിട്ട് അപ്ലൈ ചെയ്യുകയും, അതായത് കേരളത്തിലെ അഡ്രസ്സ് കൊടുക്കുകയും ഒപ്പം കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുകയും ചെയ്യുക. കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുകയും കേരളത്തിൻ്റെ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നാൽ തമിഴ്നാട്ടിൽ പരിഗണിക്കുകയില്ല. തമിഴ്നാട്ടിൽ ഓൾ ഇന്ത്യ കോട്ട വഴി നമുക്ക് വേണേൽ എടുക്കാം. പ്രൈവറ്റ് മാനേജ്മെൻറ്റിന് ഉൾപ്പെടെയുള്ള അവിടുത്തെ സ്റ്റേറ്റ് കോട്ടയ്ക്ക് നമുക്ക് അംഗീകാരം നഷ്ടപ്പെടുമെന്നുള്ളതും ഓർമ്മയിലിരിക്കട്ടെ. എന്തായിരുന്നാലും ഈ കുട്ടിക്ക് കേരളത്തിൽ എലിജിബിലിറ്റി ഉണ്ട്. സാർ, അതുപോലെ തന്നെ ഒരു പ്രേക്ഷകൻ, നീറ്റ് ആസ്പിരന്റ് എന്നാണ് അദ്ദേഹം പേര് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് ആത്മാർത്ഥമായിട്ട് എത്തുന്ന ഒരു വിദ്യാർത്ഥി തന്നെയാണ്. തീർച്ചയായിട്ടും. ചോദ്യം ഇങ്ങനെയാണ്, 3 ചോദ്യങ്ങൾ തന്നെ ഒറ്റ കമൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആർ ദ സർട്ടിഫിക്കറ്റ്സ് നീഡഡ് ഫോർ OIC സ്കോളർഷിപ്പ് ഇൻ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ദ സെയിം? ഷുഡ് വി സബ്മിറ്റ് എക്സ്ട്രാ സർട്ടിഫിക്കറ്റ്സ് ആസ് AIQ കൗൺസിലിംഗ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ്. നമുക്ക് അങ്ങനെ ഓരോന്നിനും ഉത്തരം പറയാം. അപ്പം ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് OEC കാൻഡിഡേറ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ OECക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ സമർപ്പിക്കുന്നത് തന്നെയാണോ നീറ്റിന് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, നമുക്ക് നീറ്റിന് വേണ്ടതും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിനും ഒക്കെ വേണ്ടത് തഹസീൽദാരിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റാണ്. അവിടെ OBC ആയിട്ട് നമ്മളെ പരിഗണിക്കുകയുള്ളൂ. ഓൾ ഇന്ത്യ കൗൺസിലിങ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഗവൺമെൻറ് കോളേജ് വേണം, അല്ലെങ്കിൽ കർണാടകയിൽ വേണം, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലൊക്കെ ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ OBC റിസർവേഷൻ കിട്ടും, ഫീസ് കൺസെഷൻ കിട്ടുകയില്ല. എയിംസിലും ജിപ്മറിലും AFMCയിലും ESI കോട്ടയിലും ഒക്കെ നമ്മളെ OBC ആയിട്ട്, AFMCയിലില്ല, എയിംസിലും ജിപ്മറിലും ESI കോട്ടയിലും ഒക്കെ OBC ആയിട്ട് പരിഗണിക്കും. തഹസീൽദാരുടെയാണ് വേണ്ടത്, ഫീസ് കൺസെഷൻ ലഭിക്കുകയില്ല. അവിടുത്തെ ഫീസ് എത്രയാണോ, ഗവൺമെൻറ് ഫീസ് എത്രയാണോ അത് കൊടുക്കണം. കേരള മെഡിക്കലിനാണ് OEC റിസർവേഷൻ കിട്ടുന്നത്. അപ്പോൾ കേരളത്തിലെ മെഡിക്കലിൽ ഗവൺമെൻറ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ഉള്ള ഒരു OEC, ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജ് നമുക്കറിയാം, 1 രൂപ പോലും 7.5 ലക്ഷത്തിന് പകരം OEC കാൻഡിഡേറ്റ് ആണെങ്കിൽ 1 രൂപ പോലും ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. കേരളത്തിൽ എന്താണ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്? വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റും 6 ലക്ഷത്തിൽ താഴെയുള്ള ഇൻകം സർട്ടിഫിക്കറ്റുമാണ് സമർപ്പിക്കേണ്ടത്. അത് കേരള മെഡിക്കലുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് അതിന് ബന്ധമില്ല. അതിന് തഹസീൽദാരിൽ നിന്നുള്ള നോൺ ക്രിമിലെയറാണ് ഓൾ ഇന്ത്യ തലത്തിൽ സമർപ്പിക്കേണ്ടത്. രണ്ടാമത്തെ ചോദ്യം. അതെ, രണ്ടാമത്തെ ചോദ്യം, വിൽ വി ഹാവ് ടു രജിസ്റ്റർ ഫോർ KEAM 2024 ആസ് വി ഹാവ് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ഫ്രം നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ്? അതായത് നമുക്കിപ്പം സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ കേരള മെഡിക്കലിനൊക്കെ കീമിന് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണമെന്നുള്ളതാണ്. നമ്മൾ ഇതുവരെയും നമ്മൾ കേരള മെഡിക്കൽ അതോറിറ്റിയുമായിട്ട് വല്ലൊക്കെ ആപ്ലിക്കേഷൻ, ഇപ്പോൾ കർണാടകയുടെ ആപ്ലിക്കേഷൻ വിളിച്ചു കഴിഞ്ഞു നമ്മൾ പറഞ്ഞു. അപ്പം തീർച്ചയായിട്ടും മാർച്ച് മാസത്തിൽ കേരള മെഡിക്കലിനായിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. കേരളത്തിൽ സമർപ്പിക്കേണ്ട സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളതെല്ലാം നമ്മൾ തയ്യാറാക്കി വെക്കണം. കേരള മെഡിക്കലിന് ആപ്ലിക്കേഷൻ ഉണ്ട്. ഓപ്ഷൻ കൊടുക്കുന്നത് മാത്രമേ സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് ആക്കിയിട്ടുള്ളൂ. എല്ലാ സ്ഥലത്തും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. സർ, മൂന്നാമത്തെ ചോദ്യം, വെൻ വിൽ KEAM 2023 റീഫണ്ട് ബി ഇനിഷ്യേറ്റഡ്? ഷുഡ് വി ഡു എനിത്തിങ് ഫോർ ദാറ്റ് ഫ്രം അവർ സൈഡ്? ഓക്കെ, ബാക്കി എല്ലാ റീഫണ്ടുകളും 2023 കൗൺസിലിങ്ങിൽ പങ്കെടുത്ത ഓൾ ഇന്ത്യ വഴിയുള്ളത്, കർണാടക വഴിയുള്ളത്, തമിഴ്നാട് വഴിയുള്ളതൊക്കെ എല്ലാവർക്കും തിരിച്ചു കിട്ടി.
കേരള മെഡിക്കൽ കീമുമായിട്ടുള്ളത് ഇതുവരെ അത് ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ല, തുടങ്ങിയിട്ടില്ല. കാരണം കേരളത്തിലെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെയൊക്കെ അലോട്ട്മെൻറ്റ് തീർന്നതേ ഉള്ളൂ. ബിഫാമിൻ്റെയൊക്കെ അലോട്ട്മെൻറ്റ് ഡിസംബർ അവസാനമാണ് തീർന്നത്. കേരളത്തിൻ്റെ റീഫണ്ട് നടപടികളിലോട്ട് അടുത്ത ആഴ്ചയെ കടക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ കൊടുത്ത സമയത്ത് അച്ഛൻ്റെയോ അമ്മയുടെയോ കുട്ടിയുടെയോ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാൻഡിഡേറ്റിൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഓൾറെഡി കേരള മെഡിക്കലിനകത്ത് കീമിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മളിനി ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇല്ലെങ്കിൽ ഈ അടുത്ത ആഴ്ച തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരും. ആ സമയത്ത് നമുക്ക് കുട്ടിയുടെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ആ സമയത്ത് അതിനകത്തോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് റീഫണ്ട് വരും. നമുക്ക് സ്ട്രേ വേക്കൻസിയിൽ സെൽഫ് ഫിനാൻസിങ്ങിൽ പങ്കെടുക്കാനൊക്കെ 1 ലക്ഷം രൂപ അടച്ച് കുട്ടികൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആ പൈസയെല്ലാം അടുത്ത ആഴ്ച തിരികെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. സർ, അതുപോലെ ബിനു എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംശയം റിഗാർഡിംഗ് നെക്സ്റ്റ് എക്സാമിനെ കുറിച്ചാണ്. PCB സ്റ്റുഡൻസ് ക്യാൻ അപ്പിയർ ഫോർ ദിസ് എക്സാം. നൈസർ നെസ്റ്റ്, അതായത് നെസ്റ്റ് നമുക്ക് ഭുവനേശ്വറിൻ്റെ ക്യാമ്പസിലും മുംബൈ ക്യാമ്പസിലും ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിലൊക്കെ ജോലി കിട്ടാനൊക്കെ സാധ്യതയുള്ള ഏറ്റവും നല്ലൊരു പരീക്ഷയാണ്, എൻട്രൻസ് എക്സാമാണ് നെസ്റ്റ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജിയുടെ ചോദ്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. അവിടെ നമുക്ക് തീർച്ചയായിട്ടും PCB കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം, യാതൊരു കുഴപ്പവുമില്ല. മാത്തമാറ്റിക്സ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പോലും, അതിനിപ്പോൾ മാത്തമാറ്റിക്സ് അറ്റൻഡ് ചെയ്താൽ പോലും ഏറ്റവും കൂടുതൽ മാർക്കുള്ള 3 സബ്ജക്റ്റിൻ്റെ മാർക്കാണ് എടുക്കുന്നത്. അപ്പോൾ PCB ആളെ സംബന്ധിച്ചോളം മാത്തമാറ്റിക്സ് അറ്റൻഡ് ചെയ്തായിരുന്നാൽ മതി. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മാർക്ക് വെച്ച് നൈസർ നെസ്റ്റിന് എഴുതുകയും നല്ല റാങ്ക് ഉണ്ടെങ്കിൽ പ്രവേശനം നേടുകയും ചെയ്യാം, യാതൊരു കുഴപ്പവുമില്ല. സർ, അതുപോലെ ഒരു വെറ്റിനറി ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകൻ്റെ സംശയമാണ്. സർ, വെറ്റിനറിക്ക് കേരളത്തിൽ എക്സ് റിസർവേഷൻ നമുക്ക് സീറ്റ് റിസർവേഷൻ ഉണ്ട്. ഓരോ സീറ്റുകൾ വീതമാണുള്ളത്. അത് കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോൾ ജില്ലാ സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നുള്ള എക്സ് സർവീസ്മെൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. MBBSന് 6 സീറ്റും അഗ്രികൾച്ചർ, വെറ്റിനറി അങ്ങനെയുള്ളതിനെല്ലാം ഓരോ സീറ്റുമാണ് നിലവിലുള്ളത്. സർ, അതുപോലെ തന്നെ സന്ധ്യ എന്ന് പറയുന്ന ഒരു പ്രേക്ഷക ചോദ്യം ഇതാണ്. സർ, ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടി EWS റിസർവേഷൻ അപ്ലൈ ചെയ്താൽ 10% സീറ്റിന് മാത്രമേ അർഹതയുള്ളൂ. ജനറൽ കോട്ടയിലും പരിഗണിക്കുമോ? തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ ഈ റിസർവേഷനെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർക്കുണ്ടാകുന്നൊരു തെറ്റിദ്ധാരണയായിരിക്കും അങ്ങനെയല്ലേ. കാരണം നമുക്കൊരു റിസർവേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലാണോ പരിഗണിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയല്ല, ആദ്യം എല്ലാവരെയും ജനറലായിട്ടാണ് പരിഗണിക്കുന്നത്. നമ്മൾ 10 ഓപ്ഷൻ കൊടുത്തെന്ന് വിചാരിക്കുക. ആദ്യത്തേനകത്ത് നമ്മളെ ജനറലായിട്ട് തരാമോ എന്നാണ് നോക്കുന്നത്. ജനറലായിട്ട് തരാൻ പാടില്ലെങ്കിൽ മാത്രമേ EWS വെച്ച് തരാമോ നോക്കുകയുള്ളൂ. ജനറലായിട്ടും EWS വെച്ചും ഒന്നാമത്തെ ഓപ്ഷൻ നൽകാൻ പറ്റില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ജനറലായിട്ട് തരാമോ നോക്കും. ജനറലായിട്ട് തരാൻ പറ്റില്ല, അവിടെ EWS വെച്ച് തരാമോ നോക്കും. അതും പറ്റില്ലെങ്കിൽ മൂന്നാമത്തത് ജനറലായിട്ട് തരാമോ നോക്കും. ഇങ്ങനെയാണ് സീറ്റ് നൽകുന്നത്. അപ്പം എല്ലാവരെയും, അപ്പോൾ OBC ആണെന്നിരിക്കട്ടെ, SC ആണെന്നിരിക്കട്ടെ, ST ആണെന്നിരിക്കട്ടെ, PWD ആണെന്നിരിക്കട്ടെ, NRI ആണെന്നിരിക്കട്ടെ, എന്ത് റിസർവേഷൻ ആണെങ്കിലും ആദ്യം ആ സീറ്റ് ജനറലായിട്ട് നൽകാൻ പറ്റുമോ എന്ന് നോക്കും. ഇല്ലെങ്കിൽ വിവിധ റിസർവേഷനുകൾ ഏതൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് നോക്കും. ഒന്നിൽ കൂടുതൽ റിസർവേഷൻ ഒരാൾക്കുണ്ടായിരിക്കാം. ആ റിസർവേഷൻ വെച്ചെല്ലാം ഒന്നാമത്തെ ഓപ്ഷൻ നൽകാവോ എന്ന് നോക്കും. ഒരു തരത്തിലും ഒന്നാമത്തെ തരാൻ പറ്റില്ലെങ്കിൽ രണ്ടാമത്തെ ജനറലായിട്ട് തരാമോ എന്ന് നോക്കും. അതുകൊണ്ട് ജനറൽ സീറ്റിന് അർഹതയുണ്ട്. അത് കൂടുതൽ, അതിനേക്കാളും കൂടുതൽ ലഭിക്കുന്നതാണ് 10% അഡീഷണൽ റിസർവേഷൻ. സർ, അതുപോലെ തന്നെ സുപ്രിയ എന്ന് പറയുന്നൊരു മേഡം കമൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. സർ, BDH, BHMS, BAMS കഴിഞ്ഞവർക്ക് കേരള റിസർവേഷൻ കിട്ടാൻ എന്താണ് പ്രൊസീജിയർ? കേരള മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ആയുർവേദം കഴിഞ്ഞവർക്ക് 6 സീറ്റുകളുണ്ട്. ഹോമിയോ കഴിഞ്ഞവർക്ക് 4 സീറ്റ്, അതായത് കാൻഡിഡേറ്റ് ആണ്, പേരൻ്റ് അല്ല, കാൻഡിഡേറ്റ് തന്നെ. ആയുർവേദം കഴിഞ്ഞാണെങ്കിൽ 6 സീറ്റ്, ഹോമിയോ കഴിഞ്ഞാണെങ്കിൽ 4 സീറ്റ്, BDS കഴിഞ്ഞാണെങ്കിൽ 1 സീറ്റ് എന്നീ ക്രമത്തിലുണ്ട്. ഇതിന് കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പം സ്പെഷ്യൽ റിസർവേഷൻ എന്നുള്ള സ്ഥലത്ത് അതാത് ടിക്ക് ചെയ്യുക. BAMS എന്നോ BHMS എന്നോ BDS എന്നോ കൊടുക്കുകയും അതിൻ്റെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. സർ, അതുപോലെ തന്നെ ഗുജറാത്തിൽ നിന്നുമുള്ളൊരു പ്രേക്ഷകയാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്. സർ, I am from Gujarat but Malayali. I have birth certificate of Kerala and domicile of Gujarat. So if I wish to apply for both states, എങ്ങനെ ചെയ്യും? തീർച്ചയായിട്ടും രണ്ടിടത്തും ഇപ്പം നമ്മൾ മുമ്പ് മറുപടി പറഞ്ഞതാണ് അല്ലേ. ഗുജറാത്തും കേരളത്തിലും നമുക്ക് ഡ്യുവൽ നേറ്റിവിറ്റി അംഗീകരിക്കും, ഒരേപോലെ അപ്ലൈ ചെയ്യാം. നീറ്റിന് അപ്ലൈ ചെയ്യുമ്പം പെർമനൻ്റ് അഡ്രസ്സ് ഗുജറാത്ത് കൊടുക്കുക, പ്രസൻറ്റ് അഡ്രസ്സ് കേരളത്തിൽ കൊടുക്കുക.
കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോൾ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഗുജറാത്തിൻ്റെ സ്റ്റേറ്റ് കോട്ടയ്ക്ക് ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് അവിടുത്തെ ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് വെച്ച് ഗുജറാത്തിലും അപ്ലൈ ചെയ്യുക. ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിന് ഓൾ ഇന്ത്യ രീതിയിലും കൊടുക്കുക. ഇതിൽ ഏറ്റവും നല്ല സാധ്യത എവിടെയാണോ കിട്ടാനുള്ള സാധ്യത അതനുസരിച്ച് നമുക്ക് അഡ്മിഷൻ എടുക്കുകയും ചെയ്യാം. 2 സ്റ്റേറ്റിലും നിങ്ങൾക്ക് ഒരേ സമയം അപ്ലൈ ചെയ്യാം. സ്റ്റേറ്റ് കോട്ടയ്ക്ക് 2ഇടത്തും അർഹതയുണ്ട് താനും. കേരളത്തിൽ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകുന്നതാണ്. സർ, ഒരു പ്രേക്ഷക ആവണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് 2023 യൂസ് ചെയ്ത് അത് തന്നെ മതിയോ 2020? നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് അല്ലേ. അതായത് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റിന് 1 വർഷം മാത്രമാണ് വാലിഡിറ്റി. ഒരു കാരണവശാലും കഴിഞ്ഞ വർഷം ഉപയോഗിച്ച നോൺ ക്രിമിലിയർ സെൻട്രൽ പർപ്പസോ സ്റ്റേറ്റ് പർപ്പസോ ഈ വർഷം ഉപയോഗിക്കേണ്ട. ഈ വർഷം പുതിയ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ എടുക്കാം. അക്ഷയ കേന്ദ്രത്തിൽ ഓൺലൈനായിട്ട് സ്റ്റേറ്റ് പർപ്പസിനും സെൻട്രൽ പർപ്പസിനും അപ്ലൈ ചെയ്യുക. പുതിയ സർട്ടിഫിക്കറ്റ് വേണം. സർ, അതുപോലെ തന്നെ മോളി എന്ന് പറയുന്നൊരു പ്രേക്ഷക 2023 നീറ്റിന് ഓൾ ഇന്ത്യയിലേക്ക് അടച്ച 5000 രൂപ തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും നമുക്ക് കഴിഞ്ഞ ഡിസംബർ 18 തന്നെ ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് അടിച്ച മുഴുവൻ പൈസയും അർഹരായവർക്ക് തിരിച്ച് റീഫണ്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താണ്, mcc.nic.in എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ അന്ന് രജിസ്റ്റർ ചെയ്ത് 5000 രൂപ അടച്ചത്. ആ സൈറ്റിൽ തന്നെ ഏതാണ്ട് എല്ലാവർക്കും തന്നെ റീഫണ്ട് ചെയ്തതിൻ്റെ ഡീറ്റെയിൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ കുട്ടിയുടെ റോൾ നമ്പർ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാണ് റീഫണ്ട് ചെയ്തത്, എത്ര രൂപ ചെയ്തു, ട്രാൻസാക്ഷൻ ID എന്താണെന്നുള്ളത് വന്നിട്ടുണ്ട്. ഏത് കാർഡ് വെച്ചാണോ, ആരുടെ കാർഡ് വെച്ചാണോ, ആരുടെ അക്കൗണ്ടിൽ നിന്നാണോ നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് അടച്ചത് ആ അക്കൗണ്ടിലേക്ക് ഓൾറെഡി ആ പൈസ വന്നു കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും വരാനുണ്ടെങ്കിൽ ആ നോട്ടീസിനകത്തൊരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്. ആ ഇമെയിലിനകത്തോട്ട് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കുട്ടിയുടെ ഡീറ്റെയിൽസും കൂടെ അയച്ചു കൊടുത്താൽ ഈ മാസം തന്നെ അത് തിരികെ കിട്ടുകയും പുതിയ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്യും. സർ, അതുപോലെ തന്നെ ഒരു കമൻറ്റാണ്, ഒരു OIC കാസ്റ്റ് സ്റ്റുഡൻസിന് പ്രൈവറ്റ് കോളേജിൽ MBBS പഠിക്കാൻ എത്ര ഫീസ് പെർ ഇയർ വേണ്ടി വരും? ഇപ്പം OEC കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ട്യൂഷൻ ഫീസ് 1 രൂപ പോലും കൊടുക്കണ്ട എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കേരളത്തിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ മാത്രമേ ഈ നിയമം ഉള്ളൂ എന്ന് പറഞ്ഞു. എത്ര രൂപയാണ് ട്യൂഷൻ ഫീസ്? 7.5 ലക്ഷം രൂപയാണ് ഏകദേശം ഫീസ്. ഏകദേശം ആ 7.5 ലക്ഷം രൂപ ട്യൂഷൻ ഫീസിൽ 1 രൂപ പോലും കൊടുക്കേണ്ടതായിട്ടില്ല. എന്നാൽ ഈ 7.5 ലക്ഷം രൂപ അടയ്ക്കുന്ന ബാക്കിയുള്ള വിദ്യാർത്ഥികളടക്കം അവിടുത്തെ ചിലവിന് വേണ്ടിയിട്ട് 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം വരെ നമ്മൾ ബാക്കിയുള്ള ഹോസ്റ്റൽ ഫീസ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ഡ്രസ്സ്, മെറ്റീരിയൽ, കോഷൻ ഡിപ്പോസിറ്റ്, അങ്ങനെ 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം വരെ എല്ലാ സ്വകാര്യ മെഡിക്കൽ കോളേജിലും എല്ലാവരും അഡീഷണലായിട്ട് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. ആ തുക OEC വിഭാഗവും അടയ്ക്കേണ്ടതായിട്ട് വരും. ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞ് മേടിക്കുന്ന 7.5 ലക്ഷം രൂപയിൽ 1 രൂപ പോലും അടയ്ക്കേണ്ടതായിട്ടില്ല. സർ, അതുപോലെ തന്നെ ഒരു ചോദ്യം, OEC സ്റ്റുഡൻസിന് 6 ലക്ഷം രൂപയിൽ കൂടുതലാണ് കേരളത്തിൽ റിസർവേഷൻ കിട്ടുമോ? ട്യൂഷൻ ഫ്രീ അടയ്ക്കേണ്ടി വരുമോ? ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങണം? ശരി, നമ്മളത് മെൻഷൻ ചെയ്യാൻ മറന്നുപോയൊരു കാര്യമാണ്. നമ്മളെപ്പോഴും 6 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് OEC റിസർവേഷൻ കിട്ടുമെന്നും ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടി വരില്ല എന്നും പറഞ്ഞു. നമ്മൾ OEC കാറ്റഗറിയാണ്, അതായത് BH വിഭാഗത്തിലൊക്കെയാണ്, OEC കാറ്റഗറിയാണ്. പക്ഷേ നമ്മുടെ വരുമാനം 6 ലക്ഷത്തിൽ മുകളിലാണെന്നിരിക്കട്ടെ, നമ്മൾ OECയുടെ പരിധിയിൽ വരികയില്ല. നമുക്ക് പകരം ഗവൺമെൻറ് മേഖലയിലാണെങ്കിൽ നമ്മൾ 23,000 രൂപ അടയ്ക്കേണ്ടി വരും. സ്വകാര്യ മേഖലയിലാണെങ്കിൽ ട്യൂഷൻ ഫീസ് 7.5 ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരും. അവിടെ നമുക്ക് OBC ആയിട്ട്, OBC നോൺ ക്രിമിലിയർ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്, OBC ആയിട്ട് നമ്മളെ സീറ്റ് റിസർവേഷന് പരിഹരിക്കും. പക്ഷേ ഫീസ് അടയ്ക്കേണ്ടതായി വരും. അപ്പം നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. കാരണം ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളെങ്ങാനും മറന്നു പോയതാണോ എന്ന് വിചാരിച്ച്, OEC നൽകേണ്ടതാണോ എന്ന് വിചാരിച്ച് എന്ത് ചോദിക്കും, മെമ്മോ വരും, ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയും. ആ സമയത്ത് എന്താണെങ്കിലും ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ OEC ആണെന്നുണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ് നല്ലത്. സർ, അതുപോലെ തന്നെ ഷാജി എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ്റെ ഒരു ചോദ്യമാണ്, ESE IP കോട്ടയാണോ അതോ മെറിറ്റിലാണോ MBBSന് ശേഷം ഹയർ സ്റ്റഡിക്ക് നല്ലത്? അപ്പോൾ കൂടുതൽ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലോട്ടൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കോളേജിൽ മെറിറ്റിൽ പഠിക്കുന്നതാണോ അതോ ESE IP ആയിട്ട് പഠിക്കുന്നതാണോ നല്ലതെന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. എന്താണ് ESE IP കോട്ട വഴി കയറിയാലുള്ള പ്രയോജനം? നമ്മളൊരു ആവറേജ് ഫാമിലി ലെവലിലുള്ള ഫാമിലി ഇൻകത്തിലുള്ള ഒരു കുട്ടിയാണെന്നിരിക്കട്ടെ, നമുക്ക് PG പഠിക്കുന്നതിന് കൂടുതൽ പൈസ ചിലവാകും. ഇവിടെ നമുക്ക് ESE IP കോട്ട വഴി കയറിക്കഴിഞ്ഞാൽ MBBSൻ്റെയും
ഹൗസ് റെൻസിന് ശേഷം 1 വർഷം വളരെ ഉയർന്ന സാലറിയിൽ 12 മാസവും നമുക്ക് ജോലി ചെയ്യാനുള്ളൊരു ആനുകൂല്യം കിട്ടും. അപ്പോൾ 1 ലക്ഷം രൂപ വെച്ച് നമുക്ക് സാലറി കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 12 ലക്ഷം രൂപയോളവും ESI IP-കാർക്ക് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് PGക്ക് പോകാനായിട്ട് ആ പൈസ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ആ ഫണ്ട്, ആ എമൗണ്ടിൻ്റെ ഒരു ബെനിഫിറ്റ് മാത്രമാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലുള്ള പഠിക്കാനുള്ള അർഹത. PGക്കും ESI IP കോട്ടയുണ്ട്. അതിന് MBBS ESI IP ആയിട്ട് പഠിക്കണം നിർബന്ധമൊന്നുമില്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവൽ പഠിക്കാൻ രണ്ടിനും ഒരേ അർഹതയാണ്. കുറച്ച് സ്കോളർഷിപ്പ് തുക കൂടുതൽ കിട്ടും, ബോണ്ട് ചെയ്യുന്നതിൻ്റെ ഒരു തുക നമ്മുടെ കയ്യിൽ കിട്ടുമെന്നുള്ളത് മാത്രമാണ് IP വഴി പോയാലുള്ള പ്രയോജനം. സർ, അതുപോലെ ഹന ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകയുടെ ഒരു ചോദ്യമാണ്. ആധാർ അപ്ഡേറ്റ് ചെയ്തു, ഫോട്ടോ മാറി, അഡ്രസ്സ് മാറിയില്ല. SSLC സർട്ടിഫിക്കറ്റിലെ അഡ്രസ്സും ആധാർ അഡ്രസ്സും ഡിഫറെൻ്റ് ആണ്. അതിന് കുഴപ്പമുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നീറ്റിൻ്റെ അല്ല കേരള മെഡിക്കലിൻ്റെ ഒക്കെ ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതലൊരു 100 പേരിൽ കൂടുതൽ നമ്മൾ പറയുന്ന ഒരു മറുപടിയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ SSLC ബുക്കിൽ ഒരു അഡ്രസ്സാണ്, അഡ്രസ്സിൽ വേറെ അഡ്രസ്സാണ്, നീറ്റിന് എനിക്കിപ്പോൾ അപ്ലൈ അല്ല കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യേണ്ടത് വേറൊരു അഡ്രസ്സാണ്. ഇങ്ങനെയുള്ളത് അഡ്രസ്സ് എന്ന് പറയുന്നതിന് യാതൊരു സാങ്കത്യവുമില്ല. അതൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ലെവലാണ് നമ്മുടെ അഡ്രസ്സ് എന്ന് പറയുന്നത്. മെയ് 5-ാം തീയതി നീറ്റ് എക്സാം എഴുതാൻ നമുക്ക് ഏത് സ്റ്റേറ്റ് ആണോ വേണ്ടത് ആ സ്റ്റേറ്റിലുള്ളൊരു അഡ്രസ്സ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നീറ്റിനെ സംബന്ധിച്ചുള്ളൂ. കേരള മെഡിക്കലിനെ സംബന്ധിച്ചുകൊണ്ട് നമ്മൾ നോൺ ക്രിമി ലെയർ അല്ലെങ്കിൽ അതുപോലുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് വരേണ്ട അഡ്രസ്സ് ഏതാണ്, ആ അഡ്രസ്സ് ആയിരിക്കണം കേരള മെഡിക്കലിന് കൊടുക്കുന്നത്. അത് മാത്രമേ അഡ്രസ്സിൻ്റെ ഒരു പ്രാധാന്യമുള്ളൂ. അതല്ലാതെ ഒരു വെരിഫിക്കേഷൻ 10ാം ക്ലാസ്സിൽ ഏതാണ്, ആധാറിൽ ഏതാണ് എന്നൊരു വെരിഫിക്കേഷൻ എങ്ങുമില്ല. നമ്മൾ നോൺ ക്രിമി ലെയർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് തന്നെ പെർമനൻറ്റ് കിടക്കട്ടെ, അതാണ് നല്ലത്. നമുക്ക് ഏത് അഡ്രസ്സും നീറ്റിനോ കേരള മെഡിക്കലിനോ ഉപയോഗിക്കാം. അത് 10ാം ക്ലാസ്സിൽ വേണമെന്നോ ആധാറിൽ വേണമെന്നോ യാതൊരു നിബന്ധനയുമില്ല. സർ, പ്രേക്ഷകർ ഏറ്റവും ഒതൻറ്റിക് ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിട്ട് തന്നെയാണ് നമ്മുടെ ശിവൻ സാറിനൊപ്പത്തിനെയും അതോടൊപ്പം തന്നെ ശിവൻ സാറിനൊപ്പം കൃത്യമായ ഉത്തരം എന്ന പ്രോഗ്രാമിനെയും സ്വീകരിക്കുന്നതെന്ന് ഈ കമൻറ്റുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അത്ര ഡീറ്റെയിൽ ആയിട്ട് വ്യക്തമായിട്ട് അവർ ഓരോരുത്തരും അവരുടെ സംശയങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരത് ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അതെ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള കൃത്യമായ മറുപടി ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ 77ാമത് ശിവൻ സാറിനൊപ്പം എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾക്കാണ് ഞങ്ങളിന്ന് മറുപടി തന്നത്. അതിനോടൊപ്പം തന്നെ ശിവൻ സാറിനൊപ്പം കൃത്യമായ ഉത്തരം എന്ന പ്രോഗ്രാമിൻ്റെ അടിയിലും വന്ന സംശയങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ആ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നതിനിടയ്ക്ക് പ്രേക്ഷകർക്ക് തോന്നിയ സംശയങ്ങളായിരിക്കാം അതിനിടയിൽ വന്നത്. അപ്പോൾ അതിനും ഞങ്ങൾ ഉത്തരം തന്നിട്ടുണ്ട്. ഇത് വരുന്ന ആഴ്ചകളിലും നമ്മൾ തുടരുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്, ഞായറാഴ്ച രാത്രി കൃത്യം 8 മണിക്ക് ശിവൻ സാറിനൊപ്പം, വ്യാഴാഴ്ചകളിൽ നിങ്ങൾക്കുള്ള മറുപടി, ആ ശിവൻ സാറിനൊപ്പത്തിൽ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ആദ്യമായിട്ടായിരുന്നു നമ്മുടെ ആ പ്രോഗ്രാം കഴിഞ്ഞ ആഴ്ച പോയിരുന്നത്. അതിനെ വളരെയധികം സ്വീകരിച്ചു. അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.